നമസ്കാരം. ശ്രീ സന്തോഷ് എച്ചിക്കാനം എഴുതിയ അനേകരുടെ മനസ്സുകളിൽ നോവുണർത്തിയ ഒരു കഥയാണ് ബിരിയാണി. 2016 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് ഇതാദ്യമായി പ്രസിദ്ധീകരിച്ചത്. മലയാള ചെറുകഥയുടെ ഉത്സവം എന്നാണ് സാഹിത്യകാരൻ എം മുകുന്ദൻ ബിരിയാണിയെ വിശേഷിപ്പിച്ചത്. ഈ കഥയുടെ ഒരു ചുരുക്കരൂപമാണ് ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കഥയിലേക്ക് കടക്കട്ടെ. ധനികനും ആഡംബരപ്രിയനുമായ കലന്തൻ ഹാജിയുടെ കൊച്ചുമകൻ്റെ വിവാഹ സൽക്കാരമാണ് ബിരിയാണി എന്ന ഈ കഥയുടെ പശ്ചാത്തലം. ഇറക്കുമതി ചെയ്ത പൂക്കൾ കൊണ്ടാണ് വേദി അലങ്കരിച്ചിരിക്കുന്നത്. ബിരിയാണി വയ്ക്കാൻ സുഗന്ധമുള്ള ബസ്മതി അരി പഞ്ചാബിൽ നിന്ന് കൃത്യം 1 ലോഡ് ഇറക്കിയിട്ടുണ്ട്. പാകം ചെയ്യാനും കേമന്മാരെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ബീഹാർ സ്വദേശിയായ ഗോപാൽ യാദവ് ഈ സന്ദർഭത്തിലാണ് ചില പണികൾക്കായി കലന്തൻ ഹാജിയുടെ വീട്ടിലെത്തുന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ മൂക്കിലേക്ക് ഇരച്ചു കയറിയ ബസ്മതി അരിയുടെ മണം അയാളിൽ തൻ്റെ നാടിൻ്റെ ഓർമ്മകൾ ഉണർത്തി. ഗോപാൽ യാദവിൻ്റെ ഭാര്യ മാതങ്കിക്ക് അന്ന് 6ാം മാസമായിരുന്നു. അവിടെയുള്ള ഒരു കടയിൽ ഗോപാൽ യാദവിന് അവളാണ് ബസ്മതി അരി കാട്ടിക്കൊടുത്തത്. വില കൊടുത്ത് വാങ്ങിയുണ്ണാൻ പറ്റില്ലെന്നറിയാം. എങ്കിലും അവളെ നിരാശപ്പെടുത്താതിരിക്കാൻ 50 ഗ്രാം തൂക്കി വാങ്ങി. വീട്ടിലെത്തും വരെ അവളത് വായിലിട്ട് ചവച്ചരച്ചുകൊണ്ടേയിരുന്നു. കൽക്കരിപ്പാടത്തായിരുന്നു ഗോപാൽ യാദവിന് ജോലി. 250 കിലോയോളം കൽക്കരി 40 മുതൽ 60 കിലോമീറ്റർ ദൂരം സൈക്കിളിൽ വെച്ച് തള്ളിക്കൊണ്ട് പോകണം. 180 രൂപ കൂലിയായി കിട്ടും. പക്ഷേ പോലീസുകാരുടെയും ഗുണ്ടകളുടെയും പിരിവും സൈക്കിളിൻ്റെ പണിയും കഴിഞ്ഞാൽ 10 രൂപയേ ബാക്കിയുണ്ടാകുള്ളൂ. പണി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും വിശന്ന് പൊരിഞ്ഞ് അവസാനം മണ്ണ് വാരിത്തിന്ന് തൻ്റെ പൊന്നുമകൾ ബസ്മതി എന്നാണ് ഗോപാൽ യാദവ് തൻ്റെ കുഞ്ഞിനിട്ട പേര്. അവൾ ഉറങ്ങിയിട്ടുണ്ടാകും. പയറുവള്ളി പോലെ മെലിഞ്ഞ് ഉന്തിയ വയറുള്ള തൻ്റെ പാവം മകൾ. ഒരാളുടെ ആഴത്തിലും വീതിയിലും കുഴിയെടുക്കാൻ കലന്തൻ ഹാജിയുടെ ഒരു കൊച്ചുമകൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഇരുട്ട് വീണു തുടങ്ങിയപ്പോൾ വീപ്പയുമായി ചില ആളുകൾ കുഴിയുടെ അടുത്തേക്ക് വന്നു. എല്ലിൻ കഷ്ണങ്ങൾ നിറഞ്ഞ ബിരിയാണി കുഴിയിൽ തട്ടി. അങ്ങനെ അനേകം വീപ്പകൾ. പിന്നീട് പൊട്ടിക്കാത്ത ഒരു ചെമ്പ് ബിരിയാണിയും. അതെല്ലാം ചവിട്ടി ലെവലാക്കി മണ്ണിട്ട് മൂടാൻ പറഞ്ഞപ്പോൾ ഗോപാൽ യാദവിൻ്റെ മനസ്സ് മുഴുവൻ വിശന്ന് മരിച്ചുപോയ തൻ്റെ മകൾ ബസ്മതിയായിരുന്നു. ഭക്ഷണം അമിതമാക്കരുതെന്നും പാഴാക്കരുതെന്നും നമ്മൾ മക്കളെ പഠിപ്പിക്കണം. ഒപ്പം അവർക്ക് മാതൃകയായിരിക്കുകയും വേണം. നന്ദി.